നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയില് അനു തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ജീവനോട് തുറന്നു പറയണം. അതെ, എന്റെ ജീവിതത്തില് ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജീവനും നോക്കിയവളെ നല്ല ടെൻഷനോട് കൂടിയിട്ടാ അനു കാര്യങ്ങളൊക്കെ പറയണേ. പിന്നെ പോകെയാണ് എനിക്ക് മനസ്സിലായത് ആളൊരു ടോക്സിക്കാന്നുള്ള കാര്യം. അതോട് കൂടിയിട്ട് ഞാൻ അയാളുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജീവൻ ഭയങ്കര കൂളായിട്ട് പറഞ്ഞു, ബ്രേക്കപ്പ് ആയല്ലോ, പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല ജീവൻ, അത് പേടിക്കൊന്നും വേണ്ടോ. എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ടോക്സിക് ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ടൊരു റിലേഷൻ ആയിരുന്നു. പക്ഷെ ആളെന്നെ തേച്ചിട്ട് പോയി. അതിനുശേഷം ഞാൻ കുറെ ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. പിന്നീട് അതിൽ നിന്ന് കരകയറാനായിട്ട് കുറെ സമയം ലേറ്റായി. എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓരോ അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പം പേടിക്കേണ്ട കാര്യമില്ലല്ലേ, പരസ്പരം തുറന്നു പറയുകയും ചെയ്തല്ലോ. ധൈര്യമായിട്ട് അനു ഇരുന്നോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോ അനു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ സംസാരിക്കാം. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ ആണെങ്കിൽ കൈ തരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് അനു കൈ കൊടുക്കണം. കൈ കൊടുത്താണ്ടാണ് അവര് പിരിയുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു അനുമോളുടെ മുഖത്ത്. അങ്ങനെ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയും മീനാക്ഷി ഓടി വന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങള്, പറഞ്ഞോ, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോന്ന് ചോദിച്ചു. പറഞ്ഞു, ജീവന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഓക്കെ ആന്ന് പറഞ്ഞു. അനുവിന്റെ മുഖത്തെ സന്തോഷം അവർ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അനു പറഞ്ഞു, ജീവൻ നല്ല ആളാ മീനാക്ഷി ചേച്ചി. കാരണം എന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന വെച്ച് എനിക്ക് ഏറ്റവും നല്ല ബന്ധമാണ് അച്ഛൻ കണ്ടെത്തി കൊണ്ടുവന്നിരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മിത്രയ്ക്ക് സന്തോഷമായി. കാരണം അലോക് എന്ന് പറയുന്ന ദുഷ്ടനെന്ന് എങ്ങനെയെങ്കിലും അനു ഒന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അനുവിന് കിട്ടിയിരിക്കുന്നു നല്ലൊരു ബന്ധമാണ് താനും. ഈ സമയം അലോക് ഭ്രാന്ത് പിടിച്ച പോലെ തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ അവളെ വിട്ട് കളഞ്ഞേക്ക്, ഇനി നിനക്ക് അവളെ എന്തിനാന്ന് ചോദിച്ചു. അവളുടെ കല്യാണം ഉറപ്പിച്ചല്ലേന്ന് ചോദിച്ചു. ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് അവളെ സ്വന്തമാക്കണം. എന്റെ അച്ഛൻ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിച്ച അറിയാവോ, അച്ഛന്റെ ഒക്കെ മുന്നേ ആ ശരിക്കും നാണം കിട്ടുപോയെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിനക്കിനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അവള് നൈസായിട്ട് നിന്നെ തേച്ചിട്ട് പോയതല്ലേന്ന് ചോദിച്ചു. പിന്നെ തേച്ചിട്ട് പോയി പോലും എനിക്ക് അവളെ സ്വന്തമാക്കണം. അവളെ എന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ. എടാ അതിനത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളുടെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവള് സമ്മതിക്കുവോ? എടാ അവള് സമ്മതിച്ചാലും ഇല്ലേലും എനിക്ക് അവളെ കല്യാണം കഴിക്കണം. അങ്ങനെ വേണം എനിക്ക് പ്രതികാരം ചെയ്യാനായിട്ട്, ആ ദേവമംഗലംകാരോട് പ്രതികാരം ചെയ്യാനായിട്ട്. എന്നെ അടിച്ച ഓരോ അടിക്ക് ഞാൻ കണക്ക് ചോദിക്കാൻ പോകുന്നുള്ളൂ. പകരം വീട്ടാൻ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള തിരിച്ചടി ആയിരിക്കണം കൊടുക്കേണ്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള തിരിച്ചടി ആയിരിക്കണം ഞാൻ കൊടുക്കേണ്ടത്. ഉറപ്പായിട്ടും എനിക്ക് അവളെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞു. എടാ അളിയ, അതിനിപ്പോ നീ എന്ത് ചെയ്യാനായിട്ടാ പോന്നേ? നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ ഇനി അവളെ സ്വന്തമാക്കാനായിട്ട്? അല്ല, നീ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചല്ലേന്ന് ചോദിച്ചു. അതെ. അപ്പൊ എഡിറ്റിംഗ് ഫോട്ടോഷോപ്പ് ഒക്കെ നിനക്കറിയാലോ. നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്ന പോലെ ഞങ്ങൾ ഫോട്ടോസ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു, നല്ല ഒറിജിനാലിറ്റി കിട്ടുന്ന രീതിയിൽ. എന്നിട്ട് എന്താവാനായിട്ടാ? ആ ചെക്കനുണ്ടല്ലോ, അവനും കൂടെ കൊടുക്ക. അപ്പോഴ് അവൻ വിശ്വസിച്ചോളും. കാണുന്നവരൊക്കെ വിശ്വസിക്കുന്ന രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തോട് കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ അതൊക്കെ ചെയ്തു തരടാ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് അലോകിനെ സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ആനന്ദ് മുറിയിലേക്ക് വരുമ്പോൾ ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ നിനക്ക് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ ആനന്ദേട്ടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ആനന്ദേട്ടൻ എന്നോട് ദേഷ്യപ്പെടില്ലെന്ന് പറഞ്ഞു. നീ കാര്യം എന്താ വെച്ചാ പറ. അത് അനുമോൾക്ക് കുറെ സ്വർണം പണോ കാറോ കൊടുക്കാന്ന് ബാലച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയും പൈസ ബാലച്ചന്റെ എടുക്കാൻ കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അത് കേട്ടപ്പോ ആനന്ദിങ്ങനെ ഒന്ന് ആലോചിച്ചു. അത് പിന്നെ ബാലച്ചന്റെ അത്രയും പണം കാണുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം 75 പവന്റെ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ അതുകൂടാതെ കാറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോഴേക്കും ആനന്ദിച്ചു, അതെ എന്റെ അച്ഛൻ എന്താന്ന് വെച്ച് ചെയ്തോളും, അതൊക്കെ നീ അറിയേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചിട്ട് ആനന്ദം കൊണ്ട് എഴുന്നേറ്റു മാറിപ്പോയിരിക്കുവാണ്. അപ്പോഴേക്ക് ശ്രീദേവി പിന്നാലെ വീണ്ടും ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആനന്ദേട്ട അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഈ കല്യാണം നടത്താനായിട്ട് ബാലച്ചൻ നന്നായിട്ട് കിടന്ന് വിഷമിക്കുമായിരിക്കും. അപ്പൊ ആനന്ദേട്ടൻ ചോദിക്കണം അച്ഛനോട്, ഇതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അച്ഛന്റെ കയ്യിലുണ്ടോന്ന്. അതെന്തിനാടി ഞാൻ ചോദിക്കണേ എന്നുള്ള ഇതിലിങ്ങനെ ആനന്ദ് നോക്കണം. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട ഒരു പക്ഷേങ്കിൽ അച്ഛനോട് ചോദിച്ചു കഴിയുമ്പോ അറിയാലോ കാര്യങ്ങള്.
അച്ഛൻ ചിലപ്പം പലിശയ്ക്ക് പൈസ മേടിക്കുമായിരിക്കും. ഒരു കാരണവശാലും അത് പാടില്ലെന്ന് പറയണം. പലിശയ്ക്കൊക്കെ ഒത്തിരി തുക എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചടയ്ക്കാനായിട്ട്. അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത്രയും തുക പലിശയ്ക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 മക്കളുണ്ടല്ലോ, അച്ഛനോട് കാര്യമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ അച്ഛനോടൊപ്പം ചേർന്ന് ഈ കല്യാണം നടത്തണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അച്ഛന് ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ശ്രീദേവി കൊടുക്കണം. അത് കേട്ടുകഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു, ഓ നിന്റെ അച്ഛൻ വലിയ കോടീശ്വരനല്ലേ, ഒരു കാര്യം ചെയ്യ, നിന്റെ അച്ഛനോട് പറ കുറച്ച് പൈസ ഇങ്ങ് തരാനായിട്ട്. അല്ലെങ്കിലും നീ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ അച്ഛന് കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് നാണക്കേടൊന്നും ഇല്ലടി, നിന്റെ അച്ഛനോട് പൈസ ഇങ്ങ് മേടിച്ചു തന്നാ മതി നിന്റെ കല്യാണം നടത്താനായിട്ട്. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ മനുഷ്യനെ കളിയാക്കുമല്ലേ? കളിയാക്കിയതോ? നീ നിന്റെ അച്ഛനൊക്കെ അല്ലേ പറഞ്ഞു നിങ്ങൾ വലിയ കോടീശ്വരന്മാരാന്ന്, എന്നിട്ടിപ്പോ കളിയാക്കുന്നോ? കിട്ടിയ അവസരം ആനന്ദ് മുതലെടുക്കുവാണ്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഞാനിത്. ഇനിയിപ്പോ ആനന്ദേട്ടന്റെ ഇഷ്ടം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഞാൻ ഈ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് ശ്രീദേവി ആ കട്ടിലിന്റെ ഒരു സൈഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദ് ഇങ്ങനെ ആലോചിക്കുകയാണ്, അവള് പറഞ്ഞൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കല്യാണം നടത്താൻ കുറെ പൈസ വേണം. പക്ഷെ അച്ഛൻ്റെ കയ്യിൽ അത്ര പൈസ ഉണ്ടോന്ന് പോലത്തില്ല. പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് പിന്നെ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആനന്ദിന്റെ മനസ്സിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്രീദേവിയോട് അത് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ആനന്ദ് കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല. പിന്നീട് ഗോമതി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും വേണം ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്ന ഒരു കവറൊക്കെ ആയിട്ട്. ഗോമതിച്ചു, അല്ല ഇതെന്താ, ആരെ കാണാനെന്ന് ചോദിച്ചു. ബാലേട്ടനില്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ബാലിനെ വിളിക്കുകയാണ്. ഗോമതിച്ചു, ഇതെന്താ? അതെ, ഇത് കല്യാണക്കത്ത് പ്രിന്റ് ചെയ്താ. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് ബാലൻ വന്നിട്ട് പൈസയൊക്കെ കൊടുത്ത് ആ കത്തെല്ലാം വാങ്ങുവാണ്. അകത്തേക്ക് എന്നിട്ട് ബാക്കി മക്കളെയൊക്കെ വിളിച്ചു. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, ആഹാ കൊള്ളാലോ ബാലേട്ട, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ കാര്യം പറയണ, കല്യാണക്കത്ത് അച്ചടിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ആരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വായിക്കാലോ എന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ആ അത് വായിക്കാൻ വരട്ടെ, ആദ്യം ഇത് ഭഗവാന്റെ മുന്നിൽ വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞു. ഗോമതി ഒരു കത്തെടുത്തോണ്ട് പോയി ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന് ഒരാപത്തും കൂടാതെ നല്ല മംഗളവരായിട്ട് തന്നെ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കണേന്ന്. അതിനുശേഷം വന്നൊരു കത്തെടുത്ത് നേരെ ബാലന്റെയിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ബാലേട്ടൻ വായിക്കുക, ആദ്യം കത്ത് വായിക്കേണ്ട ആള് ബാലേട്ടനാന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ കല്യാണക്കുറി വായിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ഇനി ആവശ്യമുള്ളത്രയും കത്തും കാര്യങ്ങളൊക്കെ എടുക്കാം, കാരണം നിങ്ങൾക്ക് വിളിക്കാൻ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം കുറച്ച് കത്തെടുത്തു. അപ്പോഴേക്കും ആരും ചോദിച്ചു, ഇതെന്താ മാമൻ ഇത്തരം കത്തിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് കുറെ ആൾക്കാരെയൊക്കെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ സമയം സുകന്യയോട് ബാലൻ ചോദിച്ചു, അല്ല സുകന്യക്ക് വേണ്ടേ, സുകന്യയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കണ്ടേന്ന് ചോദിച്ചു. ആ വേണം ബാലേട്ടാന്നൊക്കെ ഇങ്ങനെ സുകന്യ ഭയങ്കര ഒരു വെപ്രാളത്തോടു കൂടി പറയാണ്. ആ സമയത്ത് ഗോമതിയോട് ബാലൻ പറഞ്ഞു, ഗോമതി നമുക്ക് ഇന്ന് തന്നെ കല്യാണക്കുറിയായിട്ട് ഉദയഭാനു സാറിനെ കാണാൻ പോണെന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രീദേവി ആനന്ദം ഞെട്ടിപ്പോയി. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, വേണ്ട അച്ഛാ, അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അതെ, ഞാൻ ഉദയഭാനു അങ്കിളിനെ നേരിട്ട് പോയി വിളിച്ചോളാന്ന് പറഞ്ഞു. എടാ ഞാനും ഗോമതിയും കൂടെ പോയിക്കോളാം. വേണ്ടാന്നേ, ആ സമയത്ത് അച്ഛനും അമ്മയ്ക്കും വേറെ ആരെങ്കിലും ഒക്കെ പോയി വിളിക്കാലോ, ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലോ, ഞാൻ പോയി വിളിച്ചോളാം ഉദയഭാനു അങ്കിളിനെ ആന്റീനെയൊക്കെ. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അതെ ബാലച്ച, ഞങ്ങൾ രണ്ടും പോയി വിളിച്ചോളാന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം പറയണം. അതെ, എനിക്ക് സമയം തീരെ കുറവായതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്, അറിയാലോ, വേണ്ടെന്ന് പോലെ നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, ഞാൻ വിളിച്ചോളാന്നൊക്കെ എന്ത് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല, എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ വേണം നടക്കാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ട ആദ്യത്തെ കല്യാണക്കത്ത് അത് ആർക്കാ കൊടുക്കണമെന്ന് ബാലേട്ടന് അറിയാമെന്ന് ചോദിച്ചു. ബാലൻ ചോദിച്ചു, ആർക്കാ? നിന്റെ മനസ്സിൽ ആർക്ക് കൊടുക്കാനാ ആഗ്രഹം? അതെ, എന്റെ അമ്മയ്ക്ക് കൊടുക്കാനാ. ബാലൻ പറഞ്ഞു, അതന്നെയായിരുന്നു എന്റെ മനസ്സിലെ ആഗ്രഹം. ഒരു കാര്യം ചെയ്യുക, ആദ്യത്തെ കല്യാണക്കുറി അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയെ കല്യാണം ക്ഷണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗോമതി സന്തോഷത്തോടു കൂടിയിട്ട് നേരെ ഇന്ദിരാമ്മയെ വിളിക്കുകയാണ്. ഈ സമയം അച്യുതൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അച്യുതൻ പോയതിനു ശേഷമാണ് ഇന്ദിരാമ്മ ഗേറ്റിന്റെ അടുത്തേക്ക് വരുന്നത്. എന്താ മോളെന്ന് ചോദിച്ചു. അമ്മ ഇത് തരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞാൽ കല്യാണക്കുറി കൊടുക്കുകയാണ്. അങ്ങനെ കല്യാണക്കുറി കണ്ടു കഴിഞ്ഞപ്പോ ഇന്ദിരാമ്മയ്ക്ക് സന്തോഷമായി. ഇന്ദിരാമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇന്ദിരാമ്മ പറഞ്ഞു, നിന്റെ കല്യാണമോ കൂടാൻ പറ്റിയില്ല, നിന്റെ മോളുടെ കല്യാണമെങ്കിലും കൂടാൻ പറ്റണമെന്ന് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അമ്മയെ ഞാൻ വേണ്ട വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ, ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അമ്മ വരില്ലേ? അമ്മ വരാതിരിക്കില്ലെന്ന് പറഞ്ഞു. വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പയ്യൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. കൊള്ളാമേ, നല്ല പയ്യനാ, നല്ല കുടുംബമാണ് താനും, ബാങ്കിലാ പയ്യന് ജോലി എന്ന് പറഞ്ഞു. അല്ലമ്മേ,
ഞാനിനിയിപ്പം എന്റെ ഏട്ടന്മാരെ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് വരുമോന്ന് ചോദിച്ചു. വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വിളിച്ചാലും അവന്മാര് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും വരാൻ പാടില്ല. അറിയാലോ നിന്റെ ചേട്ടന്മാരുടെ സ്വഭാവം എന്താന്ന് എന്നൊക്കെ ഇന്ദിരാമ ഗോമതിയോട് പറയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.